സസരേ സാനി സസഗരേ നീ സസരേ സാനി സസഗ. കയ്യും പൊള്ളി. ഇന്നലൊരു പൊള്ള പൊള്ളിയതാണ്. എനിക്ക് കണ്ടത് നല്ല കേൾക്കണം, ശ്രദ്ധയില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പിള്ളേരവിടെ പോയി കിടക്കാണ്. ആറ്റാ ബബുലു, ആ ഉള്ളായുള്ള ടോയ്സ് ഒന്നായിട്ട് അതിലിട്ടുകൊണ്ട് ബെറ്റുമിട്ട് പരത്തിയിട്ടുണ്ടാവും. ഒരു ദിവസം എനിക്ക് തൊള്ളക്ക് ഒഴിവുണ്ടാവില്ല. ആറ്റാ ബബുലു, ബബുലു എവിടേക്കാ ഈ പിള്ളേര് പോയത്? ആറ്റാ വിളിച്ചിന്റെ തൊള്ളയില് വെള്ളം പറ്റുമെന്നല്ലാതെ ഈ പിള്ളേര് വിളി വെക്കൂലല്ലേ ബബുലു. ആറ്റാ നല്ല റൂമിയുണ്ടോ? അതെ, നിങ്ങളിപ്പച്ചി നിങ്ങൾക്ക് എന്നും പാവം. ഞാൻ മാത്രാണ് നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ആളും ചീത്ത പറയുന്ന ആളും ഒക്കെ. നിങ്ങളിപ്പച്ചി എന്നും നിങ്ങൾക്ക് കനകക്കട്ടിയാണ്. അങ്ങോട്ട് വരും വേണ്ടിട്ടാ രണ്ടാളും ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് കെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോരു ഇപ്പച്ചിക്കാര്. ഉമ്മച്ചി എന്നും നിങ്ങൾക്ക് ചൂടാവണ ആള്, ദേഷ്യം പിടിക്കണ ആള്, എല്ലാം നിങ്ങൾക്ക് ഉമ്മച്ചി. എന്നാലാ എല്ലാത്തിനും നിങ്ങൾക്ക് ഇമ്മച്ചി വേണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പച്ചിനെ പറ്റൂല. രാത്രി ഉറങ്ങാൻ ഉമ്മച്ചി വേണം, ചോറ് വാരിത്തരാൻ ഉമ്മച്ചി വേണം, കുളിപ്പിച്ചു തരാൻ ഉമ്മച്ചി വേണം. എന്നാലാ അതിനൊന്നും നിങ്ങളെ ഇപ്പച്ചി നിങ്ങൾക്ക് കിട്ടൂല. എന്നാലും കുറ്റം പറയാനും നിങ്ങൾക്ക് ഉമ്മച്ചി. എന്നിട്ട് ഇപ്പച്ചി പാവം പോലും. ഓ മതി മതി നിങ്ങളെ സോപ്പിങ് ഇടല്. നിങ്ങളെ വല്ലാതെ അങ്ങോട്ട് സോപ്പിങ് ഇടണ്ട. നിങ്ങളെ ഇപ്പച്ചിന്റെ അടുത്ത് കണ്ട് പോയിക്കോളി. ഞാൻ പോയിക്കോളാം എന്റെ സേനുമാന്റെ അടുത്തേക്ക്. പിന്നെ എന്റെ സേനുമ നോക്കിക്കോളും. നിങ്ങളൊരു ഇപ്പച്ചിക്കാര്. നിങ്ങളൊരു കൊപ്പച്ചി. എപ്പോ നോക്കിയാലും കൊപ്പച്ചി കണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോത്തിന് രണ്ടാൾക്കാരും കൂടി ആ ടോയ്സ് മേടിച്ചോണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനും കുട്ടീൻ്റെ അടുത്ത് അടി. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉള്ള ടോയ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പരത്തിയിടും. ഞാനിത് കട്ടുമെന്ന് എടുത്തേക്ക നിങ്ങൾ പരത്തിയിടുക, ഞാൻ കട്ടുമെന്ന് എടുത്തേക്ക നിങ്ങൾ പരത്തിയിടുക. ഇത് ഇങ്ങനൊരു തൊയിലയക്കണ്. നിങ്ങൾ ടോയ്സ് പെറുക്കിടാൻ തന്നെ എനിക്ക് നേരമുള്ളൂ. ഈ റൂമിക്ക് വരുമ്പോത്തിനെ ആ കട്ടിലും പറ്റൊക്കെ നല്ല നീറ്റായിരിക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉള്ള ടോയ്സ് ഒക്കെ ആ കൊട്ടയ്ക്ക് എടുത്തേക്കാൻ നോക്കി. ഒരു കൊപ്പച്ചിക്കാര് വന്നിക്കണം. എന്തിനാ എന്റെ നൂറ ഇന്റെ ആൾ ആ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഐറ്റങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നതന്നെയല്ലേ കളിപ്പാട്ടം. ഐറ്റങ്ങൾ കളിച്ചോട്ടെ. ഇതിങ്ങനെ കട്ടിന്റെ അടിയില കൊട്ടയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എടുത്തൊക്കെ കൊണ്ടുതന്നെയാണ് കളിപ്പാട്ടങ്ങള്. ഇമ്മാന്റെ പേരക്കുട്ടികൾക്ക് ഉണ്ടല്ലമ്മ കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ഞാൻ ടോയ്സുകൾ അവരുടെ എടുത്തേക്കും, അവര് പിന്നെയും ബെഡ്മ ടോയ്സ് പരത്തും. പിന്നെ എനിക്ക് തന്നെ പണി. ഞാൻ എടുത്തേക്ക അവര് പരത്തുക, ഞാൻ എടുത്തേക്ക അവര് പരത്തുക. ഇതൊരു പണി അയക്കണ്. അതിനായിട്ടൊക്കെ കണ്ടമാനം ടോയ്സുകൾ അവർക്ക് കൊടുന്നു കൊടുക്കും. ഇൻ്റാളൊരു കാര്യം, ഇൻ്റാൾ എന്റെ പണി എന്താച്ച പോയി നോക്ക്. ഞാൻ അടുത്ത് വെച്ചോണ്ട കളിപ്പാട്ടങ്ങള്. ഇനിയിപ്പൊ അതുണ്ട് തന്നെ കണ്ടിച്ച് ഐറ്റങ്ങളെ നേരത്തെ ഇങ്ങനെ കിടന്ന് കൊക്കി പാറാൻ നിക്കണ്ട. ചെല്ലി. പേരക്കുട്ടികൾക്ക് ഒത്ത വല്യമ്മി രണ്ടും കണക്കാണ്. പേരക്കുട്ടികളും കണക്കാണ്, വല്യമ്മയും കണക്കാണ്. പിന്നെ എങ്ങനെയാണ് പേരക്കുട്ടികൾ നേരാവല്? അല്ല നൂറ, ഇൻ്റാളല്ലേ ഷാഹിദ് ഇങ്ങനെ വിളിച്ചിന്ന് കൊറേ നേരമായി വിളിക്കണ്. നിങ്ങളോടക്ക് എന്താ പോണ്ടെന്ന് പറഞ്ഞീന്നല്ലോ. ആ പടച്ചോനെ, ഞാനത് പറ്റ മറന്നിക്കണുമ്മ. ഇന്ന് റിനുവിന് ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇമ്മാക്ക് അന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ, സമ്മതിക്കാതിരിക്കുമെന്നുള്ളത്. പക്ഷെ ഈ വരുന്ന കൂട്ടക്കാരോടെ കുഞ്ഞോനും ഇക്കും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണാലോ, അവളെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഈ കാര്യം. എന്നിട്ടാണ് ഇന്റെ ആൾ ആ പിള്ളേരോട് ഇങ്ങനെ തല്ലൂടാൻ നിക്കണത്. ഇന്റെ ആള് വെക്കേ അത് വേഗം ചെല്ലാൻ നോക്ക്.
ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. അതിന് മാത്രം വലിയ സൂക്കടൊന്നും ഇല്ല. ആ കാലുവേദന അല്ലേ, മരുന്നൊക്കെ കുടിക്കണ്ടല്ലോ. നിക്കണ പണിയൊക്കെ ചെയ്ത് വെച്ചിക്കണേ. ഇനിയിപ്പോ എന്താ കൂടെ പണിയുള്ളത്? പിള്ളേരെ ഞാൻ നോക്കിക്കൊണ്ട്. ഈ വെക്കം ചെല്ലാൻ നോക്ക്. ഞാനത് മറന്നിക്കണുമ്മ. ഇന്ന് മൊത്തക്ക് റിനുവിന്റെ തൊള്ളേനെ നല്ല പരാതി കേൾക്കേണ്ടി വരും. അല്ലെങ്കിലോ ഫോൺ വിളിച്ചിട്ട് ഒരുപാട് പരാതി പറച്ചിലാണ് അവള്. ഇന്നും ഇതും കൂടിയായി. ഞാൻ അങ്ങോട്ട് ചെല്ലലില്ല, വിളി കുറവാണ്. എനിക്ക് എവിടെ നേരം വിളിക്കാനും അങ്ങോട്ട് ചെല്ലാനും. നിങ്ങളെ പേരക്കുട്ടികളെ കൂടെ നടക്കാൻ തന്നെ നേരമില്ല ഇപ്പൊ. ഞാൻ ആ ചോറൊന്ന് വാർച്ചിട്ട് പോവാൻ നോക്കട്ടെ. ആ നേരം വലുത് വൈകുന്നേരം വരെ എന്റെ പരാതികളെ ഞാൻ എന്റെ കുട്ടീന്റെ പേരക്കുട്ടികളും കേൾക്കുന്നുണ്ട്. ഇനിയിപ്പേ മറ്റുള്ള പരാതികളെ ഇജ് കുറച്ച് കേൾക്കാൻ നോക്ക്, വേഗം ചെല്ലാൻ നോക്ക്. വല്ലാത്തൊരു പെണ്ണ്. ഇല്ലടാ, ഓള് കുറച്ച് കഴിയുമ്പോത്തിന് എത്തിയേക്കാരം. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മണ്ടിപ്പാഞ്ഞ് വരാൻ പറ്റൂലല്ലോ. ഒന്നാമതാ കുട്ടികളെ പിന്നാലെ മണ്ടാനുണ്ടാവും. പിന്നെ സൂറാത്താക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ വയ്യാതായി വരികയാണ്. ആ മുട്ടുകാലെടുത്ത് തീരെ വയ്യാലപ്പോ. നിങ്ങൾ പെങ്ങളെ ആറ്റന്റെ ബബലിന്റെ കൂടെ മണ്ടി കളിക്കണ്ടാവും ഇല്ലമ്മ? വിളിച്ചോക്കി. റീനു എവിടെ മുട്ടിയ? അവള് റൂമിലുണ്ടുമ്മ. അവള് പിന്നെ അവര് വന്ന് കണ്ടുപോയ മുതൽക്കേ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. പറ്റിയാണ് അവലെ ചെക്കനെ. ഓരിപ്പോ വിളിച്ചിരുന്ന് ഓളെ പറ്റിക്കണെന്ന് പറഞ്ഞിട്ട്. കുഞ്ഞോനും ഷാഹിദൊക്കെ എല്ലാ കാര്യങ്ങളും ഓരോട് പറഞ്ഞതേ. വലിയൊരു എതിർപ്പൊന്നും ഒരിക്കില്ല. പക്ഷെ ഇവളെ പാടെ എന്താണാവോ. ഇവളും തന്നെ ആ ചെക്കനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് മുടക്കാനുള്ള വല്ല പണി നോക്കണോ. ഇമ്മ ബേജാറാവണ്ടമ്മ, അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ നൂറ വന്നിട്ടേ ചോദിച്ചറിഞ്ഞോളൂ അവളോട്. നമ്മളോടല്ലേ പിന്നെ അവൾക്ക് പറയാൻ ഇതിനൊക്കെ മടി ഉണ്ടാവുള്ളൂ. നൂറനോട് പിന്നെ അവൾക്ക് മടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അവള് ചോദിച്ചറിഞ്ഞോളൊക്കെ. ഇവളിത് എന്ത് കണ്ടിട്ടുള്ള പുറപ്പാടാണാവോ. കല്യാണം കഴിയാതെ കാലാകാലം ഇവിടെ ഇങ്ങനെ നിക്കാൻ നിൽക്കാരോളെ വിചാരം. നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പൊ എപ്പോഴാണാവോ ഓളെ വരവും കണ്ട്. കുഞ്ഞോൻ വിളിച്ചാണാവാം. കുഞ്ഞോൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ആരുണ്ട്? തീരെ അങ്ങോട്ട് വരൂല. കുഞ്ഞോനക്ക് ദേഷ്യം വരണ്ടാച്ചിട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഓനോട് പറഞ്ഞത്. എല്ലാന്നുണ്ടെങ്കിൽ ഓനക്ക് മേൻ ദേഷ്യം കയറും. അവളും ഇങ്ങോട്ട് വന്നോളുമ്മ. പണ്ടത്തെ മാരിക്ക് അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി പാഞ്ഞു വരാനൊന്നും പറ്റൂല. അവൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയതല്ലേ. അവള് സാവധാനം അങ്ങോട്ട് വന്നോളൂ. അത് ശരിയാണ് ഇന്റെ ആള് പറഞ്ഞത്. ഓൾ ആ 2 മക്കളായിട്ട് ഓൾക്ക് മണ്ടി പാഞ്ഞ് നടക്കാൻ തന്നെ നേരമുള്ളൂ. ഒരു നേരായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂല. ഇന്നലെ ഉണ്ട് ഓൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് പൊട്ടിത്തെറിപ്പിന്റെ ആസാനത്തികളാണ് 2 കൂടി എന്നുള്ളത്. ആൺകുട്ടികൾക്കാണ് ഇത്രക്ക് ദുൽമുണ്ടാവല്, പക്ഷെ ഈറ്റങ്ങൾക്ക് 2 ഭയങ്കര ദുൽമത്തരാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അടുക്കളയിലുണ്ടുമ്മ. എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് കൂവണത്? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടുന്ന് വേറെ ഒടുക്കും പോയിട്ടില്ലല്ലോ. നൂറാന്ന് ഇങ്ങനെ വിളിച്ച് കൂവേണ്ട ആവശ്യം എന്താ? രാവിലത്തെ നല്ല കലിപ്പിലാണല്ലോ. എന്ത് പറ്റി? ഓ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല് നിങ്ങള്. പിള്ളേരെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട്. നീ എന്താ പെണ്ണ്, ചെറിയ കുട്ടിയോ? ആ കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കാൻ. കഷ്ടം തന്നെ. പൊട്ടത്തിനെ വിളിച്ചാലും വിളിയേക്കും. എന്താ പറഞ്ഞു നിങ്ങള്? പൊട്ടത്തിയേ ഞാനല്ല, നിങ്ങൾ കെട്ടിയോള്. അത് തന്നെ ഞാനും പറഞ്ഞത്. നീ ഒന്ന് പോയി റെഡി ആവാൻ നോക്ക്. നിന്റെ വീട്ടിൽ പോകണ്ടേ? പൊട്ടത്തിയാണല്ലേ? അതെ, ഞാൻ പൊട്ടത്തിയാണ്. ഈ പൊട്ടത്തിയെ നിന്റെ വീട്ടിക്ക് പോവല്ലേ. അപ്പൊ ഞാൻ അവിടെ നിക്കാൻ പോവാണ്. ഞാൻ അങ്ങോട്ട് വരണില്ല. നിങ്ങളെ 2 മക്കൾ ഇവിടെ നിന്നോളി. ഇത് തന്നെ ഞാൻ പറഞ്ഞ പൊട്ടത്തിയാണ്. കുഞ്ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തുണ്ടാവും. വേഗം വായോ. ഒരു വാപ്പി മക്കള് വന്നിക്കണം. നല്ല പുള്ളിയല്ല കഴിവ്. എന്നാലും ഇന്നത് അവിടെ പോയി കൊടുക്കാണ്. അവര് വരുമ്പോ തന്നെ ഞാൻ വരാൻ പറഞ്ഞതാണ്. ദുഷ്ടത്തി എത്ര പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കൂല. ഞാൻ വരൂല. അല്ലേ കാണാൻ മണ്ടി പറഞ്ഞു വരണേ എല്ലാം.
ഭയങ്കര ആലോചനയാണല്ലോ റീനോ. എന്താ പറ്റി? എന്നെ പറ്റിയാണോ ഈ ആലോചിക്കണത്? നല്ല ആളാണ്. രാവിലെ വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണല്ലേ വരുന്നത്. അവർ വന്നു പോയും ചെയ്ത്. ആ ഒരു ടൈമിൽ എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ എനിക്ക് തീരെ കേൾക്കൂല. ഇവിടെ അടുത്തല്ല എൻ്റെ വീട്, എനിക്ക് ഇങ്ങോട്ട് നടന്നു വരാനുള്ളൂ. ഈ അപ്പം അളിയെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. എന്റെ പൊന്നു റീനോ, എനിക്ക് അറിയണന്നല്ലേ അവിടുത്തെ കാര്യങ്ങള്. ഇത്താക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് മണ്ടി വരാനൊന്നും പറ്റൂല. അവിടുത്തെ ഉമ്മാന്റെ അവസ്ഥ എനിക്ക് അറിയണന്നല്ലേ. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോകുന്നുണ്ടെങ്കിലും ഇമ്മാക്ക് നിന്ന് പണിയെടുക്കാനുള്ളതൊക്കെ ഉണ്ടായി എന്നുള്ള വീട്ടില്. ഇപ്പൊ അങ്ങനെയാണോ? ഞാനല്ലാതെ വേറെ ആരാ വീട്ടിലുള്ളത്? പിന്നെ എൻ്റെ പെണ്ണ് കാണലല്ലേ, കല്യാണം ഒന്നുമില്ലല്ലോ. കല്യാണം ആവട്ടെ പെണ്ണ്. അന്ന് ഞാൻ അളിയന് ഒരാഴ്ച മുന്നേ ഇവിടെ ഉണ്ടാവും. അല്ല, എനിക്ക് ചെക്കൻ ഇഷ്ടായാ? ഇഷ്ടായോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമൊക്കെ അയക്കണ്. സംസാരിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ എനിക്കൊരു പേടി. പണ്ടത്തെ കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി. നൂറ, ഇവളെ ഏതൊരാൾ വന്ന് പെണ്ണ് കണ്ടു പോയിട്ടുണ്ടെങ്കിലേ ഇവൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഇത് ഇവൾക്കൊരു അടവായിക്കണ്ട നൂറ. എത്ര ആൾക്കാരാണ് ഇവളെ വന്ന് പെണ്ണ് കണ്ടു പോണത്. റീനോ, കഴിഞ്ഞു പോയ ഒരു കാര്യം ഈ ആലോചിക്കാൻ നിൽക്കണ്ട. എപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞതാണ്, ആ പേര് പറഞ്ഞാണ്ട് ഈ ഇങ്ങനെ ഓരോ കല്യാണ ആലോചനയും വന്നിട്ടുണ്ടെങ്കിൽ മുടക്കാൻ നിൽക്കും. വേറെവരോട് ആദ്യം തന്നെ ഈ ഇങ്ങനത്തെ കാര്യമാണ് പറയല്. ഈ മുട്ടിയ സ്കൂളിൽ പഠിക്കണ ടീച്ചറാണ് ഇത്ര പേടിത്തൊണ്ടിയായിരിക്കണത്. ഇവള് എങ്ങനെയാണാവില്ലേ അവിടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണത്? അത്തെ കുട്ടികൾക്കാണെങ്കിലും മുട്ടിയ മോട്ടിവേഷൻ വരെ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഈ എങ്ങനെയടി പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കണത്? അനക്ക് മോട്ടിവേഷൻ എടുത്തിട്ടുണ്ടെ ഞാനും മുട്ടിയും കുഞ്ഞോനും അളിയനും ഉമ്മൊക്കെയാണ്. ഈ എങ്ങനെയാണ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കണത്? അത് ശരിയാണ് നൂറ ഈ പറഞ്ഞത്. വലിയ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഇവിടുന്ന് സാരിയൊക്കെ ചുറ്റി പോവും. ഭയങ്കര പഠിപ്പിസ്റ്റാണല്ലോ. എന്നിട്ട് കുട്ടികളെ ഭയങ്കര മോട്ടിവേഷൻ എടുക്കാനാ ഇവിടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കണത് കാണണം. അങ്ങനത്തെ ആളാണ് ഇപ്പൊ പേടിത്തോണ്ടിയായിട്ട് ഇരിക്കണത്. ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കി എടുക്കണീയ നൂറ. നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ ഇവളോട് പറ്റുള്ളൂ. ഇപ്പൊ ഇവളെ കാണാൻ വന്ന ചെക്കനോടുണ്ടല്ലോ ഷാഹിദാക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ചാലാ, മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചാലാ. അപ്പൊ ഷാഹിദാക്കാനോട് ആ ചെക്കൻ പറഞ്ഞാലാ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. കഴിഞ്ഞു പോയ കാര്യങ്ങള് ചികഞ്ഞിങ്ങാണ്ട് ഇവളെ ജീവിതത്തിൽ അവനൊരു പ്രശ്നം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞാലാ. പിന്നെന്താണ് ഇങ്ങനത്തെ ഒരു നല്ല ബന്ധം കിട്ടുകയെന്ന് വെച്ചാൽ നല്ല കാര്യല്ലേ. ഇങ്ങനെ ടെൻഷൻ ആവണ്ട റീനോ. എന്റെ അനിയത്തി കഴിഞ്ഞേ പറഞ്ഞാ മനസ്സിലാവണ്ടേ. ഇന്റെ തൊള്ളയിലെ വെള്ളം വറ്റിയിക്കണ് ഓളോട് പറഞ്ഞു കൊടുത്തിട്ട്. ഇമ്മൂട്ടിനോട് ചോദിച്ചു നോക്ക്. ദിവസം ഈ വേദോദനമാര് എന്നും ഓളോട് പറഞ്ഞു കൊടുക്കലെന്നെ എനിക്ക് പണിയുള്ളൂ. എവിടെ ഓളെ തലമണ്ടയിൽ ഇടക്ക് തോന്നക്ക് കളിമണ്ണാന്നുള്ളത്. എനിക്ക് വെച്ചെന്നെ ഓളോട് പറഞ്ഞു കൊടുക്കാനോ ഓളെ പറഞ്ഞു മനസ്സിലാക്കാനോ. ഇജന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഞ്ചത്തിക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കാളാം. എന്നാ മനസ്സിലാവുമ്മ. അവള് ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. നമ്മളെ ജീവിതത്തിലെ എന്തെല്ലാം കഷ്ടപ്പാടുകള് അനുഭവിച്ച് വന്നതാണ് നമ്മള്. അതൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയില്ലേ. എല്ലാം കണ്ടതാണ് അവള്. പിന്നെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാന് അവൾക്ക് ചെറിയൊരു പേടി. അത് ആർക്കായാലും ഉണ്ടാവൂലേ. ഇനിയിപ്പൊ കഴിഞ്ഞ കാര്യത്തിനെ പറ്റിക്കാണ്ട് നമ്മളെ കല്യാണം കഴിക്കണ ആ വീട്ടുകാരായാലും ചെക്കനായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഒരു ചെറിയ പേടി. ഇല്ല റീനോ? ഇല്ലത്താ, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കലില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയിട്ട് കുറെ കാലമായിക്കണെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പെണ്ണ് വരുമ്പോഴേ എനിക്കൊരു ഭയമാണ്. എനിക്കെന്നെ ഒരു തോന്നലാണ് അങ്ങനെ ഒരു കുടുംബജീവിതം വിരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനത്തെ ചെയ്യലാണല്ലോ ഞാൻ ചെയ്തു വെച്ചത്. ഇത്താക്കാനോട് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. എൻ്റെ കുട്ടിയെ കഴിഞ്ഞു പോയ ഒരു കാര്യേ ചിന്തിച്ച് നടക്കണ്ട. അതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. ജീവിതത്തില് അതൊക്കെ പടച്ചോൻ നമുക്ക് ഏകിയതാണ്. പടച്ചോൻ ഏകിയതേ നമ്മളൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഇതും കണ്ടാൽ മതി. അന്നത്തെ ഒരു അറിവില്ലാത്ത ഒരു പ്രായത്തിൽ ചെയ്തു പോയതാണ്. പക്ഷെ ഇപ്പൊ തോന്നും ഇന്ന് ഞാൻ ചിന്തിക്കണ പോലത്തെ ഒരു ബുദ്ധി അന്ന് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു എടുത്തുചാട്ടം ചാടൂലായിന്ന്. ഈയൊക്കെ പറഞ്ഞ മാതിരി കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. അല്ല അളിയനെ ഇവിടെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അളിയനതാ കുഞ്ഞകാക്കാനോട് നിന്ന് വർത്താനം പറയണ്. ഒരു കുടിർക്കലിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്. അല്ല നൂറ, അനക്ക് ആ പിള്ളേരായിട്ട് വന്നൂടായിന്നാ. ഐറ്റങ്ങളെ കാണാൻ പോതി അയക്കണ ഇജ് വരുമ്പോ തീരെ കൊണ്ടൂല. കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ് പറയൂ ഒരിക്കും സ്കൂളിൽ പോയിക്കണ അങ്ങനെ അയക്കണ ഇങ്ങനെ അയക്കണ എന്നുള്ളത്. ഉമ്മാന്റെ കുട്ടിക്കൊണ്ട് കൊടുന്നൂടായിന്നാ.
കുഞ്ഞോൾക്ക് നേരം കിട്ടാഞ്ഞിട്ടാണ് എനിക്ക് അങ്ങോട്ട് വരാന്. എനിക്കറിയില്ല പണ്ടത്തെ പോലെ എനിക്ക് നടക്കാൻ കഴിയൂല എന്നുള്ളത്. ഈ ഐറ്റങ്ങളായിട്ടൊന്നും ഇങ്ങോട്ട് വന്നോടായി നൂറ. ഞാൻ ഇന്നിപ്പോ അവരും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അമ്മ, അവർ ഈ വീട് മൊത്തം തല കുത്തനെ മറിച്ചേക്കും. ഇന്ന് രാവിലെ ഞാനൊരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവർ രണ്ടാളും ഇട്ടു. നിങ്ങൾക്ക് അറിയണല്ല ഒരു സ്വഭാവം. ഇനി ഒരു നേരം വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല. എൻ്റെ ഉടായിപ്പാടെ നിർത്തിക്കാളാൻ ഒരു താത്ത. ഈ വെറുതെ ആ മക്കളെ പറയാൻ നിക്കണ്ടട്ടാ. എൻ്റെ ആ മക്കളെ നോക്കണതേ എൻ്റെ അമ്മായിമല്ലേ, ഈ ഒന്നല്ലല്ലോ. എന്നിട്ടോളെ വർത്താനം ഭയങ്കരാണ് എല്ലാന്നും. വെറുതെ ഡയലോഗ് അടിക്കാൻ നിക്കണ്ടട്ടാ. വെറുതെ ഐറ്റങ്ങൾ ആറ്റിനെയും ബബിലിനെയും കുറ്റം പറയാൻ നിക്കണ്ട. ഓ ഒന്ന് പോ പെണ്ണവിടുന്ന്. നമ്മളെ വീടിന്റെ പാലുകാച്ചൽ അടുത്ത മാസല്ലേ. പക്ഷെ നമ്മളെ ഈ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലേ മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ സമ്മാനിച്ച വീടാണല്ലോ മുട്ടിയത്. നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂല ഈ വീട്. പിന്നെ നൂർദാദാന്റെ കഷ്ടപ്പാടും നൂർദാദാക്ക് കിട്ടിയ നല്ല ജീവിതം ഒക്കെ ഈ വീട്ടിൽ തന്നെയാണ്. ഒരിറക്കുണ്ടെങ്കിലേ ഒരു കയറ്റം ഉണ്ടാവും എന്നുള്ളതേ പഠിപ്പിച്ച വീടാണിത്. എല്ലാ കഷ്ടപ്പാടും ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പട്ടിണി വരെ നമ്മൾ കിടന്നിട്ടുണ്ടല്ലോ മുട്ടിയതിൻ്റെ ഉള്ളില്. ശരിയാണ് റിനു പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന കാര്യേ റിനു പറഞ്ഞു. മതി പറഞ്ഞതൊക്കെ. എല്ലാ കാര്യങ്ങളെ നല്ലതേനീലെ. ഇതാ എന്റെ നൂറമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. ഇതാ അനക്ക് നല്ലൊരു ജീവിതമായി, നമുക്കൊരു പേരായി. അടുത്ത മാസം കൂടിയിരിക്കല്. ഇതാ ഇവൾക്ക് ഇപ്പൊ 3-ാം മാസം പള്ളയിലും ഉണ്ട്. നമ്മളെ ജീവിതത്തിന് ഇപ്പൊ യാതൊരു കുഴപ്പവും ഇയാളിൽ എത്തിച്ചിട്ട്. അതാ പറഞ്ഞത്, ഒരു ഇറക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവുന്നു. പടച്ചോൻ വീഴ്ച പോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്ന്. ഇനി അതൊന്നും ഓർത്തുകാണ്ട് കരയാനും നിക്കണ്ട, ഒന്നിനും നിക്കണ്ട. ഒരു പാടുണ്ട് നമുക്ക്, അതിന്റെ 3 മക്കളും മറക്കാതിരിക്കാം. എന്താന്നറിയാ ഇമ്മാന്റെ മക്കളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ വന്ന മഴ ഒരിക്കലും മറക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചോൻ തന്ന റഹ്മത്തൊക്കെ എനിക്ക് തന്നെ തിരിച്ചെടുക്കാനേ യാതൊരു പണി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത് മാത്രം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയാൽ മതി. അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാതിരിക്കുക ജീവിതത്തിൽ. ഇല്ലമ്മ, ഞങ്ങളെ 3 ആളെ ഭാഗത്തുനിന്നേ അങ്ങനത്തതൊന്നും ഉണ്ടാവൂല. എന്നാ വരി ചായ കുടിക്ക. നൂറ, ഇത് ഷാഹിദിനെയും കുഞ്ഞോനെയും വിളിക്കോട്. മുട്ടിയ വന്നാ ചായക്ക് എടുത്തേച്ചാ മേ വന്നോട്. ആ ഇത് വരുന്നു. റിനു, നൂറ വാടി. നിങ്ങളങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് തിരിപ്പിച്ചാല. പാച്ചു, പാച്ചു, അത്രക്ക് മോശപ്പെട്ട പെണ്ണാണ് ഞാന്. പാച്ചു, ഈ ആരുമില്ല, ഇങ്ങോട്ട് പോലല്ലേ. ഈ ആരില്ലേ പാച്ചു, ഞാൻ ഒറ്റക്കാണ്. ഞാൻ ആർക്കും ഇഷ്ടമല്ല പാച്ചു. പഠിച്ചന എനിക്ക് കുട്ടിക്ക് പോകണ്ട. ഇമ്മ, കുഞ്ഞോനെ, ഇക്ക, ഇമ്മൂട്ടിയെ ഒന്നും കണ്ടു വരി. ഓ ഇവിടെ ഇത്ത, ഈ എന്തിനെല്ലാരും ഇങ്ങനെ വിളിച്ചു കൂട്ടണത്? ഞാനൊന്നും എന്നെ പറ്റിച്ചതല്ലേ. ഓ ഇതൊരു മണ്ടി. വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പ്രാങ്ക്? അതേപോലെ പ്രാങ്ക് ചെയ്തതല്ലേ. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്ന് അറിയണല്ലോ. ഒന്നവിടെ തന്നാണ്ടല്ലോ പെണ്ണ്. എൻ്റെ ഒരു പ്രാങ്കാക്കല് മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. എനിക്കറിയണ തന്നെയല്ലേ, എനിക്കിതൊക്കെ ഒരു തമാശ ആവും. പക്ഷേ നൂറത്തെ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല. എനക്കും വേണ്ടിട്ടേ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നൂറത്തെ വലിയ ആളായി പറയുന്നല്ല, കുറച്ചൊന്നല്ല. എൻ്റെ കുട്ടി ആ രോഗത്തുനിന്നേ ഇതുപോലെ നായി കിട്ടാനേ കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോ കണ്ടുകാണ്ടേ കുഞ്ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കോ. അവന്റെ സ്വഭാവം അറിയണല്ലേ എനിക്ക്. ഈ വാ, ഉള്ളൊരു തമാശ. ഇനി മേലാൾക്ക് ഇങ്ങനത്തെ തമാശ കൊണ്ട് വരാൻ നിൽക്കരുത് എൻ്റെ അടുത്തേക്ക്. പക്ഷെ ആകെ ടെൻഷനായി പോയി. ഒന്ന് കിണിക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്കടി പെണ്ണെ. അപ്പേ കുഞ്ഞാനോട് പറയട്ടെ ഞാന് അനക്ക് ആ ചെക്കനെ ഇഷ്ടമായിക്കണെന്നുള്ളത്. അവരോട് വിളിച്ച് പറയട്ടെ അനക്ക് കല്യാണത്തിന് സമ്മതാന്നുള്ളത്. ഇഷ്ടമായിക്കണ്. എന്നാ വാ.
ഹായ് ഹലോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ട് ഇരിക്കണേ. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ നൂറ സ്റ്റോറി കഴിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണലുണ്ട്. എനിക്കറിയാം എനിക്ക് റീപ്ലൈ തരാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാട്ടോ ഞാൻ റീപ്ലൈ തരാത്തത്. ചിലതിനൊക്കെ ഞാൻ റീപ്ലൈ തരലുണ്ട്, പക്ഷെ എനിക്ക് റീപ്ലൈ തരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് അറിയണല്ലേ എൻ്റെ അപ്പാൻ്റെ അവസ്ഥ. ഡയാലിസിന് പോക്കൊന്നാക്കലൊക്കെ ഇപ്പം ഞാൻ തന്നെയാണ്. പിന്നെ വീട്ടിൽ പിള്ളേരായിട്ടുള്ള യുദ്ധവും, പിന്നെ ഉമ്മയാണെങ്കിൽ കൈ കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഒക്കെപ്പാടൊരു ജഗ പുകയാണ്. അതിൻ്റെ ഇടക്കാണ് നമ്മൾ നൂറ് സ്റ്റോറി എടുക്കൽ, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് എത്തിക്കൽ. അതാണ് ഇത്രയും നേരം വൈകിയത് നൂറ് സ്റ്റോറി ഇടാൻ. അല്ലെങ്കിൽ ഞാൻ ഒന്നരാട് ഇടുന്നതന്നെയല്ലേ. അപ്പം എല്ലാവരും എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടാം. അപ്പം നൂറ് എന്നത്തോടെ കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോറി ഉണ്ട് ഞാൻ എഴുതി വെച്ചിട്ട്. ഇൻഷാ അള്ളാ ഈ നൂറിൻ്റെ കൂടെ നിങ്ങൾ നിന്ന പോലെ തന്നെ ഈ സ്റ്റോറിക്കും എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല അടിപൊളി ഒരു കുടുംബജീവിതം തന്നെയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഞാൻ ഇടുന്ന സ്റ്റോറിയിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അത് ഞാൻ തിരുത്താൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. ഓക്കെ. അപ്പോൾ എന്താ നിങ്ങളോട് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ നൂറ് സ്റ്റോറി തുടങ്ങുമ്പോൾ ഇത്രക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് എഴുതി സ്റ്റോറിയാണ്. എനിക്ക് ആദ്യം ഒരു ഇൻഡ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റോറി അത് ചെയ്ത് നോക്കുക എന്നുള്ളത്. പിന്നെ അതിമക്കൂടെ ഞാനൊരു ഇത്രയും എത്തിച്ചത്. അപ്പോൾ ഒരുപാട് 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 സന്തോഷം. അത്രമാത്രം. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോറി പെട്ടെന്ന് തന്നെ ഞാൻ ഇടട്ടാം.